ഷിപ്പിലെ പാർട്ടി എങ്ങനെയാന്ന് കണ്ടിട്ടാ കാണിച്ചരാ. പാർട്ടി 6 മണിക്കാണെങ്കിലും 4 മണിക്ക് വെറുതെ ഗാലിയിലടി ചെന്നപ്പോ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കണുണ്ടായുള്ളൂ. സൂപ്രണ്ടന്റ് ഓൺ ബോർഡ് ആയതുകൊണ്ട് പുള്ളിയുടെ ഒരു 1/2 മണിക്കൂർ ക്ലാസ് ഉണ്ടായി പാർട്ടിക്ക് മുമ്പ്. എല്ലാരും അത് ശ്രദ്ധിക്കുമ്പോ ഞാൻ പിന്നെ ഫുഡ് നോക്കിക്കൊണ്ടിരിക്കണിരുന്നു. പൊതുവെ പാർട്ടിയിൽ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടാവുമെങ്കിലും ഞങ്ങൾക്ക് അത്ര ഐറ്റംസ് ഒന്നും ഉണ്ടായില്ല, കാരണം പിറ്റേ ദിവസം അറൈവലായിരുന്നു. പുള്ളിക്കാരൻ നാക്കെടുത്ത് വായിലിട്ടത് എല്ലാരും ഫുഡ് അടി തുടങ്ങി. ഞാൻ പിന്നെ ക്യാമറ ഇട്ട് വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴേക്ക് എല്ലാം പാതിയായിട്ടുണ്ടായി. മീനൊക്കെ വെറുതെ മടിച്ചു വെച്ചേക്കുന്നു. എന്റെ ഷിപ്പ് ഒരു മൾട്ടിനാഷണൽ ക്രൂ ആയതുകൊണ്ട് തന്നെ ചിക്കനും ബീഫും പോർക്കും മട്ടനും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാരും ഫുഡ് അടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചില്ലായിരുന്നു. എല്ലാം അങ്ങനെ കഴിക്കാന്ന് വിചാരിച്ചു. നോർമൽ പാർട്ടി എന്ന് പറഞ്ഞാൽ കുറെ ഗെയിംസ് ഒക്കെ ഉണ്ടാവുന്നു. പിന്നെ ഒന്നിനും നേരം കിട്ടിയില്ല അത് ഉണ്ടാക്കാനായിട്ടൊന്നും. അതിന് പിന്നെ തുടക്കം തന്നെ എന്റെ ഒരു മറാഠി പാട്ട് വായ തോന്നണ എന്താണ്ടൊക്കെ വിളിച്ച് പാടുണ്ട് ഞാൻ. അതിന് പിന്നെ നമ്മുടെ ചാർസാബിന്റെ ഒരു പ്രൊഫഷണൽ ഡാൻസ്. പുള്ളി ഒരു സത്യം പറഞ്ഞ ഒരു പ്രൊഫഷണൽ ഡാൻസർ തന്നെയാണ്. പുള്ളി സൂപ്പറായിട്ട് കളിക്കണത്. അതിന് പിന്നെ എന്റെ ഒരു അക്കേല ഇലുമിനാണ്ടി. ഇത് ഇലുമിനാണ്ടി എന്നിട്ട് എന്തെന്റെ കാണിക്കണമെന്ന് എനിക്കറിയാൻ പോലെ ഇടക്ക് വെച്ച് പാഞ്ചു വന്ന്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് പിന്നെ പാഞ്ചുവിന്റെ ഒരു അടിപൊളി ഹിന്ദി പാട്ട് പുള്ളി സൂപ്പറായിട്ടാണ് പാടുന്നത്. അതിന് പിന്നെ ചാർസാബിന്റെ ലജ്ജാവതി. ചാർസാബ് ഇടക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ പൊളിച്ചടുക്കിയിട്ട് പോകും. പുള്ളിക്കാരന്റെ ഒരുമാതിരി ടഫ് സ്റ്റെപ്പൊക്കെയാണ്, നമുക്കൊന്നും പറ്റുന്നില്ല. നമുക്ക് ആകെപ്പാടെ പറ്റണത് ഇതാണ്.